തൻ്റെ മകനൊന്നും തന്നെ സംഭവിച്ചില്ലല്ലോ, അവൻ ജീവനോടെ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അഫ്സാൻ്റെ മാതാവ് ഷെമി ചോദിച്ചത്. അഫാനെക്കുറിച്ച് ഒരു വാക്ക് പോലും ചോദിക്കാൻ ഷെമി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് ഷെമിയുടെ ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത്. ഷെമിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ അവസരത്തിൽ പുറത്തു വരുമ്പോൾ ബന്ധു തന്നെ തുറന്നു പറയുന്നത് തലയിൽ മാത്രമായി 13 സ്റ്റിച്ച്, മുഖത്താകമാനം മുറിവുകൾ, മുഖത്തെ സകലമാന എല്ലുകളും പൊട്ടിയിരിക്കുന്നു. തിരിച്ചു വരവെന്ന് പറയുന്ന ഏറെ ദുർഘടം പിടിച്ച ഒരു യാത്ര തന്നെയാണ്. എന്നിരുന്നാലും അതിനെ അതിജീവിച്ച് പഴയ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷയാണ് കുടുംബം അർപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ വന്ന വാർത്തകൾ പ്രകാരവും അഫാൻ നൽകിയ മൊഴി അനുസരിച്ചും അഫാന്റെ നില തെറ്റിച്ചത് ഉമ്മയെ ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളുമൊക്കെ കുറ്റം പറയുന്നതാണ്, നിഷേധിക്കുന്നതാണ്. ഉമ്മയ്ക്കെതിരെ തിരിഞ്ഞവരെ ഒക്കെ തന്നെ കൊലപ്പെടുത്തുക എന്നുള്ള വൈര്യം മാത്രമായിരുന്നു അഫാന്റെ മനസ്സിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഫാൻ ഈ 5 പേരെ, അഫാന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 6 പേരെ കൊലപ്പെടുത്തുക എന്നുള്ളതല്ല, 9 പേരെ കൊല ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈ 6 പേർ കൂടാതെ മറ്റു 3 പേരെ കൂടി അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലും ഇപ്പോൾ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധർക്ക് മുന്നിൽ അഫാൻ തുറന്നു പറയുകയാണ്. അതിനിടയിൽ അഫാനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും ഒപ്പം അഫാനെയും ഫർസാനെയും ഒരുമിച്ച് കണ്ട ഒരു ബന്ധു ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട്. നിലവിൽ അഫാന്റെ ഉമ്മയുടെ അവസ്ഥ എന്ത് എന്നുള്ളതും വ്യക്തമാക്കുകയാണ്. ആ വീഡിയോ ദൃശ്യത്തിലേക്ക്. തലയിൽ 13 സ്റ്റിച്ചിങ് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു അമ്മയ്ക്ക്, ഷെമിക്ക്. പിന്നെ മുഖത്ത് ഈ 2 കണ്ണിൻ്റെ താഴെ സൈഡിലെല്ലാം എല്ലും പൊട്ടിയിട്ടുണ്ട്. പിന്നെ വാ തുറക്കത്തില്ല. അപ്പം നമ്മൾ ജ്യൂസ് ഐറ്റങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ പിന്നെ സംസാരിക്കും. എനിക്ക് അവൾ ആ സംസാരം അറിയാമെന്നുണ്ട്. ഞാൻ കുറേ ചെവി അടുത്ത് പിടിച്ച് സംസാരിച്ച് അവൾ കരയും. എന്നെ കണ്ടപ്പോൾ കരയും. അഫാനെ ചോദിക്കുകയും ചെയ്തു. കൊച്ചുമോന, മാമച്ചി മോനഞ്ഞ് കൊണ്ടുവരണം, രണ്ടാമത്തെ കുട്ടിയെ മോനഞ്ഞ് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം ഷെമി എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരണം ഡോക്ടർ നിൽക്കേ. അവൾ അങ്ങനെ കുറച്ച് അവളെ കൊണ്ട് പറയുന്ന രീതിക്ക് ശ്വാസം എടുത്ത് പറയുന്നുണ്ട്. വ്യക്തമായി അത് കുറച്ച് അറിയാം. അങ്ങനെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവൻ എന്തെങ്കിലും ഉണ്ടോ, മുറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഷെമി അറിഞ്ഞിരിക്കണം. അഫാനെ പറ്റി ഒന്നും ചോദിച്ചില്ല. കൊച്ചിനെ കാണണം എന്നുള്ളതിലാണ്. ഞാൻ 1.5 വർഷം മുമ്പ് ഈ വീട്ടിൽ എന്ത് കാര്യത്തിനും എന്നെയാണ് അവൾ വിളിക്കാറുള്ളത്, മാമ എന്ന നിലയിൽ. അവൾക്ക് RCCയിലെ ട്രീറ്റ്മെൻറ്റിന് പോണേൻ്റെ അന്നും വെഞ്ഞാറമൂട്ടിൽ അവളെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ RCC പോകേണ്ട കാര്യമാണെന്ന് പറയുമ്പോഴും എന്നെയാണ് വിളിച്ചിട്ട് ആവശ്യ ലാബിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നാണ് സംസാരിക്കും. അതുകൊണ്ട് പിന്നെ RCCയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഡോക്ടർ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രവർത്തനം എന്നല്ല, അന്ന് ഞാൻ തലേക്കുന്ന് വിശ്വസ്ഥാനത്തെ കൂടെ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അതായിരുന്നു. അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നടന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനായിരുന്നു. 1.5 വർഷത്തിന് ശേഷം ഇവൻ വലുതായി +2 ആയപ്പം പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. വലുതായല്ലോ, അതിലേക്ക് വരുന്നില്ല. അവർക്ക് വലിയ വിഷയങ്ങൾ. പിന്നെ ഇടയ്ക്ക് 2 വർഷം മുമ്പ് ഗൾഫിൽ അവൻ കൊണ്ടുപോയി, എല്ലാവരെയും കൊണ്ടുപോയി തിരിച്ചു വന്നു. ഒരു 10 മാസത്തോളം അവിടെ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്തു. അവന്റെ സഹായമാണല്ലോ, വേറെ ആരെയും സഹായമില്ലല്ലേ. ഇവര് ഒന്നുമില്ലാത്ത ഒരു 50 രൂപയ്ക്കുള്ള സാധനം എടുത്ത് കഴിക്കാൻ പോലും ഇല്ലാത്ത ഈ കുടുംബത്തിലുള്ളതാണ് ഇവർ രണ്ടുപേരും. ആ റഹീമും അതേപോലെയാണ്. ഇന്ന് റഹീമിന്റെ വീട്ടിൽ പോയാൽ ചാണാമൊഴിയ വീടാണ്. ഞാൻ ഇവളായിട്ട് പോകും. അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് അമ്മയുടെ കൂടെ. അമ്മ ഒറ്റയ്ക്കോടെ ഇവിടെ തന്നെ ഈ വീട് പാലയാച്ചിൻ്റെ അന്ന് അമ്മയ്ക്ക് അങ്ങ് പോകണം. ഇവിടെ എങ്ങും കിടക്കൂല. എല്ലാ മക്കൾ 11 മക്കളാണ്ട് ഉണ്ട്, ആണും പെണ്ണുമായിട്ട്. ചുറ്റളവിൽ തന്നെ 2-3 പേരുണ്ട്. പക്ഷേ ചാണമൊഴിയ വീടാണ്, പഴയ വീടാണ്. അത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ അടുത്ത് ഇവർക്ക് വേണ്ടി ഒരു വീട് മക്കൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ ഇവിടെ കിടക്കുന്നത്. വിദേശത്ത് പോയി സമ്പാദിച്ച പണമാണ്. അവന്റെ വരുമാനമാണ്, വേറെ ആരെ വരുമാനമല്ല. എന്താ പ്രണയബന്ധം ഉണ്ടെന്ന് റഹീമിന് അറിയാമോ എന്നുള്ള അറിയില്ലല്ലോ. അല്ല, അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല. എങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എതിർച്ചയിൽ ഞാൻ ആറ്റിങ്ങൽ റോട്ടിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് വരുമ്പോൾ HP പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് യവനും അഫാനും ഒരു പെൺകുട്ടിയുടെ ബാക്കിയിരിക്കണം. എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് മുഖം മറച്ചളാം. കാരണം എനിക്ക് അവൻ അങ്ങനെ ഒരു ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ്. പക്ഷേ ഹെൽമെറ്റ്, 2 പേർക്ക് ഹെൽമെറ്റ് ഇല്ല. അപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെന്ന് വൈഫിനോട് പറയുകയും ചെയ്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പോകണമെന്ന് പറഞ്ഞു. പിള്ളേരല്ലേ എന്ന് പറഞ്ഞു.